കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വരെ ആരും പരീക്ഷിക്കാത്ത ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന മാംഗോസ്റ്റീൻ എന്ന പഴം കൊണ്ട് ഒരു അടിപൊളി അച്ചാർ തയ്യാറാക്കാൻ പോവുകയാണ്. അധികം താമസിയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തായി ഒരു ബെല്ലൈക്കനുണ്ട്, അതുകൂടി എനേബിൾ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ കുറച്ച് പഴുത്ത മാംഗോസ്റ്റീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് പഴുത്തതായതുകൊണ്ട് ഇതൊന്ന് ഞെക്കി കൊടുത്ത് അതിനകത്ത് നിന്ന് പഴം എടുക്കാവുന്നതാണ്. ഇപ്പോൾ മാംഗോസ്റ്റീൻ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അച്ചാറിടാൻ ആവശ്യത്തിന് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എടുത്ത് വെക്കുക. പച്ചമുളക് ഒരു 3-4 എണ്ണം മതി. വെളുത്തുള്ളി 1-2 തുട എടുക്കാവുന്നതാണ്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി ഇളക്കുക. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ എരിവ് കൂടും. ഇനി ഈ പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മാംഗോസ്റ്റീൻ ചേർക്കാം. ഇനി നന്നായിട്ട് തിളയ്ക്കണം. ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കണം. ഞാൻ 1 സ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നമ്മുടെ മാംഗോസ്റ്റീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വലിയ പണിയൊന്നുമില്ല. നമ്മൾ 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല മധുരവും പുളിയും എരിവും ഒക്കെ നിറഞ്ഞ അച്ചാറാണ്. എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് അങ്ങനെയുള്ളവർക്കെല്ലാം ഷെയർ ചെയ്യാനും മറക്കല്ലേ.